ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ചെന്നൈയിൽ കനത്ത മഴയാണ്. RMC ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട്, വില്ലുപുരം, കടലൂർ ജില്ലകളിലും പുതുച്ചേരിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാമനാഥപുരത്ത് വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. തിരുവാരൂർ, മയിലാടുംതുറ, തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ 2000 ഏക്കറിലെ നെൽകൃഷി നശിക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവൻ നഷ്ടമായി. 2.3 ലക്ഷം ആളുകളെ ബാധിച്ചിട്ടുമുണ്ട്. പലപ്പോഴും ഭീതിജനകമായി തന്നെ ചുഴലിക്കാറ്റുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും അവയുടെ പേര് വെച്ചാണ് അവരുടെ ഭീകരത നമ്മൾ അളക്കുക. പൊതുജനങ്ങൾക്കിടയിൽ കൃത്യമായി ബോധവൽക്കരണം നൽകാനും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും തമ്മിൽ കൃത്യമായി ആശയവിനിമയം നടത്താനുമാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഡാന ചുഴലിക്കാറ്റിന് ശേഷം ഇന്ത്യയുടെ തീരങ്ങളിലേക്ക് ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. 2004 മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടാൻ പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, UAE, യമൻ എന്നിങ്ങനെ 13 രാജ്യങ്ങളടങ്ങുന്ന സമിതിയാണ് ചുഴലിക്കാറ്റിന് പേര് നൽകുക. സമിതിയിൽ അംഗങ്ങളായ ഓരോ രാജ്യങ്ങളും ഓരോ പേര് നിർദ്ദേശിക്കും. അന്തിമമായി നൽകുക ഒരു നീണ്ട പട്ടികയാകും. കൃത്യമായ അക്ഷരമാല ക്രമത്തിലായിരിക്കും പേരുകൾ നിർദ്ദേശിക്കുക. രാജ്യങ്ങളുടെ സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ പ്രതിഫലിക്കുന്ന വൈവിധ്യമുള്ള പേരുകളാകും ഓരോ രാജ്യങ്ങളും നിർദ്ദേശിക്കുക. ഓരോ ചുഴലിക്കാറ്റിനെയും യുണീക്കാക്കാൻ ഒരു പേര് ഒരു തവണ മാത്രമേ നിർദ്ദേശിക്കുകയുള്ളൂ. ഫെങ്കൽ കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ചുഴലിക്കാറ്റിന് ശ്രീലങ്ക മുന്നോട്ട് വെച്ച ശക്തി എന്ന പേരാകും നൽകുക. ഫെങ്കലിന് പേര് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WMOയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായ സാംസ്കാരിക, ഭാഷാപരമായ വൈവിധ്യം പ്രതിഫലിപ്പിച്ച് തന്നെയാണ് ഫെങ്കലിനും പേരിട്ടിരിക്കുന്നത്. ചെറിയ വാക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാ ഭാഷകൾക്കും അംഗീകരിക്കാനാകുന്ന പേരാകണം എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ, ലിംഗ വേർതിരിവുകൾ ഇല്ലാതെ വേണം പേരിടാനെന്നും നിർദ്ദേശമുണ്ട്. 8 അക്ഷരത്തിൽ കവിയാത്ത പേര് വേണം ഉപയോഗിക്കാൻ. നിർദ്ദേശിക്കുന്ന പേരിൻ്റെ ഉച്ചാരണം വാക്കായും ശബ്ദരേഖയായും നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. 2017 ഇന്ത്യയിൽ ആഞ്ഞടിച്ച ഓഖിക്ക് പേരിട്ടത് ബംഗ്ലാദേശായിരുന്നു. ആങ്, വ്യോം, ചാർ, പ്രൊബോഹോ, നീർ എന്നിങ്ങനെയുള്ള പേരുകൾ വരാനിരിക്കുന്ന ചുഴലിക്കാറ്റുകൾക്കായി ഇന്ത്യ നിർദ്ദേശിച്ചവയാണ്. ജാസ്പർ, മൈച്ചോങ്, മിഥിലി, ഹാമൂൺ, തേജ്, ബൈപ്പാർജോയ്, ഫേബിൻ, മോച്ച എന്നിവയാണ് ഈ വർഷമുണ്ടായ ചുഴലിക്കാറ്റുകളുടെ പേരുകൾ.